റിയൽ എസ്റ്റേറ്റിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം, ഒന്ന് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു വീടാണ് അല്ലെങ്കിൽ ബിൽഡിംഗ് ആണ്. അത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹൗസിംഗ് പർപ്പസ് ആയിട്ടുള്ള വീടുകളാണ്. ഈ രണ്ട് മേഖലയിലാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന മേഖല തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? കൊമേഴ്ഷ്യൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഷോപ്സ് അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളുകള് അല്ലെങ്കിൽ കുറെ കടകള്, അങ്ങനത്തെ എല്ലാം കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് ആണ്. അതിൽ പെടുന്നതാണ് നമ്മുടെ പാർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സും കൊമേഴ്ഷ്യലി പെടുന്നതാണ്. പാർക്ക് പോലെയുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഇരിക്കാനൊക്കെ ഉള്ള നല്ല സ്പേസ് ഇട്ടുകൊണ്ട് നല്ലൊരു ലിഷർ സ്പേസ് ഒക്കെ ഇട്ട് അങ്ങനെ ടൂറിസം മേഖലയിലേക്ക് കടക്കുന്നതും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് ജനങ്ങൾക്ക് അറിയാവുന്നത് ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിങ്സ് ഉണ്ടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വീട് ഉണ്ടാക്കി റെന്റ് കൊടുക്കുക എന്നൊക്കെ ഉള്ളതാണ്. സോ സ്വന്തമായിട്ട് വീടില്ലാത്ത ആളുകൾ ഇത്തരത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയി ചിന്തിച്ചുകൊണ്ട് ഒരു റിയൽ എസ്റ്റേറ്റിലേക്ക് ഒരു വീട് എടുക്കുന്നതിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടും ശ്രദ്ധിക്കും. തീരെ വീടില്ലാത്ത ഒരാളാണ്, നമുക്ക് ഒറ്റ വീടേ ഉള്ളൂ എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ എന്ത് ശ്രമിക്കും, നമ്മൾ ഏറ്റവും ബെസ്റ്റ് പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെ സ്വന്തമായി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഡീലറെ കണ്ടുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് നമുക്ക് ആ നല്ല ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ള ഒരു ആവശ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ സെർച്ച് ചെയ്യുകയും അതിലേക്ക് നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷെ അതല്ലാത്ത റിയൽ എസ്റ്റേറ്റിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് മാർഗമായിട്ട് കാണുന്ന ആളുകളെ സംബന്ധിച്ച് അവര് ഒരിക്കലും അത്രത്തോളം കൺസേൺഡ് ആയിരിക്കണം എന്നില്ല. കാരണം അവർക്ക് ഓൾറെഡി അവരുടെ ജോബ് ഉണ്ടാവും, ജോബിൽ തിരക്കായിരിക്കും, അല്ലെങ്കിൽ വേറെ ഉള്ള ബിസി ലൈഫിലായിരിക്കും. അങ്ങനെയുള്ളവരാണ് ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടി ഡീലിങ്ങിൽ പോയി പെടുകയും, അല്ലാന്നുണ്ടെങ്കിൽ അത്തരത്തില് ഒരുപാട് നല്ല പ്രോപ്പർട്ടീസിലൊന്നും പെടാതെ, നല്ല പ്രോപ്പർട്ടീസ് ഒന്നും അവർ കൈക്ക് വരാതെ കുറെ ബുദ്ധിമുട്ടുകളും റിയൽ എസ്റ്റേറ്റിലെ കുറെ റിസ്ക്, കുറെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച കുറെ ആളുകൾ നമുക്ക് കാണാൻ കഴിയും. സോ അങ്ങനെയുള്ളവർ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് റിസ്കുകളും കുറച്ച് കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ്, നമ്മളൊരു പ്രോപ്പർട്ടിയിലേക്ക് വിൽക്കുന്നതിനോ അല്ലെങ്കിൽ മേടിക്കുന്നതിനോ വേണ്ടി കടന്നു കഴിഞ്ഞാൽ നമ്മളപ്പോ ചിന്തിക്കും, ഓ ഇന്ന് കിട്ടിയ പ്രൈസ് ബെറ്റർ ആണ്, പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ അടുത്ത പ്രാവശ്യം കിട്ടിയേക്കാം, അല്ലെങ്കിൽ ഒന്നുകൂടി നല്ലൊരു ബയർ വരികയാണെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ നല്ലൊരു പ്രൈസ് കിട്ടിയേക്കാം എന്നൊക്കെ ഉള്ള ഒരു ഫ്ലക്ച്വേറ്റഡ് മൈൻഡാണ് നമുക്കൊക്കെ. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന മേഖലയിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രൈസിന്റെ കാര്യത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കുറച്ചുകൂടി കഴിഞ്ഞ് ഇതിനേക്കാൾ പ്രൈസ് കിട്ടും എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. സോ അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത് എന്നുള്ളതാണ് റിയൽ എസ്റ്റേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നമ്മളൊരു മൈൻഡ് ഫിക്സ് ചെയ്യണം, അതായത് ഒരു നെഗോഷ്യബിൾ പ്രൈസ്, ഇത്ര രൂപ ടു ഇത്ര രൂപ. ഫോർ എക്സാമ്പിൾ ഒരു സെന്റിന് ഒരു 10 ലാക്കോ അല്ലെങ്കിൽ 2 ലാക്കോ എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പ്രൈസ് 2 ലാക്ക് ആണെന്നുണ്ടെങ്കിൽ 2 to 3 ലാക്ക് നെഗോഷ്യബിൾ ആയിട്ട് 3 ലാക്സ് പറഞ്ഞ് 2ലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു ഫണ്ട്, ആ ഒരു രീതിയിലേക്ക് നമ്മുടെ പ്രൈസിനെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വരുന്ന പാർട്ടിക്കും ആണെങ്കിലും നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ബഫർ സോൺ എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മൾ ഇടുകയും അതുവഴി നമ്മൾ ഉദ്ദേശിച്ച പ്രൈസ് നമുക്ക് കിട്ടുകയോ, ഒരു സെല്ലർക്കാണെങ്കിലും ഒരു ബയ്യർക്കാണെങ്കിലും ഒരു പ്രോപ്പർട്ടി ഡീലറുടെ അടുത്തേക്ക് പോകുന്നത് എപ്പോഴും ബെനിഫിറ്റഡ് ആയിരിക്കും. കാരണം ഒരു പ്രോപ്പർട്ടി ഡീലറിനെ സംബന്ധിച്ച് അവരുടെ കസ്റ്റമേഴ്സിന് എന്തുകൊണ്ടും ബെറ്റർ ഡിസിഷൻ എടുത്തു കൊടുക്കുക എന്നുള്ളതായിരിക്കണം അവരുടെ പ്രയോറിറ്റി. സോ അങ്ങനെയുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഡീലേഴ്സിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ മുകളിൽ എത്രത്തോളം വില അല്ലെങ്കിൽ എത്രത്തോളം റേറ്റ് അല്ലെങ്കിൽ എത്രത്തോളം അതിനെ പ്രീമിയം ആക്കി ആളുകളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അതിന് വേണ്ടി ഇടുന്ന അവരുടെ എഫേർട്ട് നിങ്ങൾക്ക് എപ്പോഴും ബെനിഫിറ്റ് ചെയ്യും. അതുവഴി നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് ഒരിക്കലും ഒരു ഡിപ്രീസിയേഷനോ അല്ലെങ്കിൽ അതുവഴി ഒരു ചവിട്ട് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അങ്ങനത്തെ രീതിയിൽ നമ്മുടെ പ്രോപ്പർട്ടിനെ ആരും ചവിട്ടാനോ അല്ലെങ്കിൽ ആ രീതിക്കുള്ള ഒരു സീനൊന്നും നമുക്ക് അനുഭവപ്പെടേണ്ടി വരില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ കയ്യിൽ ഒരു 10 ലാക്സ് ഉണ്ട് എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും 10 ലാക്സിന്റെ പ്രോപ്പർട്ടി തന്നെ മേടിക്കാൻ നോക്കരുത്. നമ്മൾ 10 ലാക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു 8 ലാക്സിലേക്കോ അല്ലെങ്കിൽ 7 ലാക്സിലേക്കോ നമ്മൾ പ്രോപ്പർട്ടീനെ വില നമ്മളുടെ ഇൻ ടു അവർ ബഡ്ജറ്റിലേക്ക് കൊണ്ടുവരണം. ഒരിക്കലും 10 ലാക്സിന് മേടിച്ച് അത് കഴിഞ്ഞു വരുന്ന എമൗണ്ട് ഒരു ലോണിലേക്കോ EMI യിലേക്കോ പോവാം എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് ടോക്കിലേക്ക് ഒരിക്കലും നമ്മുടെ ഡിസിഷൻ എത്തിക്കരുത്. മാർക്കറ്റിലുള്ള പീപ്പിൾ, ഫോർ എക്സാമ്പിൾ ഒരു പ്രോപ്പർട്ടി ഡീലർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ബയ്യർ ആണെങ്കിലും അല്ലെങ്കിൽ സെല്ലർ ആയിക്കോട്ടെ, അവർ പറയും നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് ഈ 10 ലാക്സ് ഇപ്പോ അഫോർഡബിൾ ആണല്ലോ, അപ്പൊ നിങ്ങൾ 10 ലാക്സ് കൊടുത്തോളൂ, ബാക്കി നിങ്ങൾക്ക് EMI യോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സിൽ നിന്ന് ഇൻകം റേസ് ചെയ്തിട്ടോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാലോ എന്ന് പറയും. പക്ഷെ നെവർ ഗോ ടു ദാറ്റ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോപ്പർട്ടി എടുത്ത് വെൽ ഇൻസ്പെക്ഷൻ ആയി കഴിഞ്ഞു, നമ്മളൊരു എഞ്ചിനീയർ വിളിച്ചു, ഇൻസ്പെക്ഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ആ പ്രോപ്പർട്ടിയുടെ പുറത്ത് പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അല്ലെങ്കിൽ അതിന്റെ റൂഫ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത്തരത്തിലൊരു ലീക്കേജോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കൺസ്ട്രക്ഷൻസോ ഒക്കെ നമുക്ക് ആവശ്യമായി വരും. സോ അങ്ങനെ ഉള്ള ഒരു വർക്കിന് വേണ്ടി നമ്മളുടെ ഫണ്ട് ചെറിയ രീതിയിൽ നമ്മളൊരു മാറ്റി വെക്കുക എന്ന് പറയുന്നത് എപ്പോഴും നല്ലതായി. ഫോർ ഇൻവെസ്റ്റർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നെവർ ഗോ ഓൺ വിത്ത് ഇമോഷൻസ്. ഒരിക്കലും നിങ്ങളുടെ ഇമോഷന്റെ പുറത്ത് ഒരു പ്രോപ്പർട്ടി ബൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇമോഷന്റെ പുറത്ത് ഒരു പ്രോപ്പർട്ടി സെല് ചെയ്യാനോ പോകരുത്. അത് എപ്പോഴും ശ്രദ്ധിക്കുക. സോ
be a good real estate dealer and be a good real estate investor. Thanks for watching this video.